മത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറ്റലിയിലെ വല്ലരിപ്പയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന് പുനരുദ്ധാനത്തിൻ്റെ ചെറിയ കുടുംബ സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിൻ്റെ ആദ്യ മദർ സുപ്പീരിയറായ സിസ്റ്റർ മേരി മഗ്ദലിനെയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്ത് ആനവിലാസത്തിൽ നിന്നുമാണ് ഉത്ഥാനമലയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ദുർഘടമായ വഴികളിലൂടെ 5 കിലോമീറ്ററോളം സഞ്ചരിച്ച് നാം എത്തിച്ചേരുക ഉത്ഥാനാശ്രമത്തിലാണ്. സന്യാസികൾക്കും സന്യാസിനികൾക്കുമായി സ്ഥാപിക്കപ്പെട്ട 2 ആശ്രമങ്ങൾ. ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടപ്രപഞ്ചത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ഈ ഉയർന്ന മലയിൽ ദൈവസ്തുതികൾ ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ ചെറിയ കുടുംബ സഹോദരിമാർ. ഇറ്റലിയിലെ വല്ലരിപ്പയിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹത്തിൽ നിന്നും ഇന്ത്യയിലെത്തി മലമുകളിൽ പ്രാർത്ഥനയ്ക്കായി ജീവിതം സമർപ്പിച്ച സന്യാസിനി സിസ്റ്റർ മേരി മഗ്ദലേന. ഇറ്റലിയിലെ വല്ലരിപ്പായിലും ജെറുസലേമിലും റോമിലും ലണ്ടനിലും പഠനവും പരിശീലനവും പൂർത്തിയാക്കി സിസ്റ്റർ മേരി മഗ്ദലേന എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകം സ്വന്തമാക്കി ആശ്രമജീവിതത്തിലൂടെ ദൈവമഹത്വം ലക്ഷ്യമാക്കി യേശുവിനായി ജീവിതമർപ്പിച്ച് സ്വന്തം നാടിനെയും ബന്ധുജനങ്ങളെയും ഉപേക്ഷിച്ച് കേരളത്തിലെത്തി ഉത്ഥാനാശ്രമത്തിന് തുടക്കക്കാരിലൊരാളാകാൻ സിസ്റ്ററിന് കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്കും ഇത് പ്രേരകമാകും. ദൈവപരിപാലന അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? Often we experience the providence of God when we lack something. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ ആ പരിപാലനം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. Through neighbors, visitors, arrive what just we are in need. അയൽക്കാരിലൂടെയും അതിഥികളിലൂടെയും ഞങ്ങളെ സന്ദർശിക്കുന്നവരിലൂടെയും ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. And we experience also another kind of providence, of God's providence. ഞങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനം മറ്റൊരു വിധത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. This year is the 23rd year we are present on this mountain. ഞങ്ങൾ ഈ മലയിലായിട്ടിപ്പോൾ ഏകദേശം 23 വർഷങ്ങളായി. And we have wild inhabitants, the animals, snakes, wild pigs, and so on. But never we had, for example, a snake bite. ഞങ്ങളുടെ കാട്ടിൽ വന്യമൃഗങ്ങളും അതുപോലെ പാമ്പുകളും മറ്റും പന്നികളും ഒക്കെ ഉണ്ട്.
പക്ഷേ ഈ 23 വർഷത്തിനിടയ്ക്ക് ഒരിക്കലും ഞങ്ങൾക്കൊരു പാമ്പ് കടി ഏറ്റ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. Always God protected us very much. ദൈവം എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുന്നു. Especially Abba at the beginning was living alone in one of these poor houses and often was finding himself with some snakes in the house. പ്രത്യേകിച്ച് അബ്ബ ആദ്യമായി ഇവിടെ വന്ന കാലങ്ങളിൽ ഈ ദരിദ്രമായ മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അബ്ബ മിക്കവാറും ദിവസങ്ങളിൽ പാമ്പുകളെയൊക്കെ കാണുമായിരുന്നു മുറിക്കകത്ത്. Now, as it is in a place where we live and cultivate, we have not so many occasions to meet them. ഇപ്പോൾ ഞങ്ങൾ അത് ഞങ്ങളുടെ വാസസ്ഥലമാക്കി ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവയെ എപ്പോഴും അങ്ങനെ കാണാറില്ല. And very beautiful the different kinds of birds. In early morning when we start the lauds, the praising to the Lord, they often take our pitch, the voice, and singing, making music to our psalms. അതിരാവിലെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഈ കാട്ടിൽ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈണത്തിനൊത്ത് പ്രാർത്ഥിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. Everything it's truly a providence of God. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയാണ്. Often we experience Jesus saying, search first for the kingdom of God and everything will be granted to you. ഈശോ പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഈ വചനം ഞങ്ങൾ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു. വിശുദ്ധ കുർബാനയർപ്പണം ഇവിടെ ഒരു പ്രത്യേകതയാണ്. നിലത്തിരുന്ന് അർപ്പിക്കപ്പെടുന്ന ബലിയിലെ പ്രാർത്ഥനകൾ ഭക്തിസാന്ദ്രമാകുമ്പോൾ സ്വർഗീയ നിമിഷങ്ങളായി മാറ്റപ്പെടുന്ന അനുഭവമാണിവിടെ. കാഴ്ച സമർപ്പണ സമയത്ത് പൂക്കളുടെ 8 ഇതളുകൾ കാഴ്ചയായി അർപ്പിക്കപ്പെടുമ്പോൾ ലോകത്തിലെ 8 ദിക്കുകളും ഇവിടെ സ്മരിക്കപ്പെടുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതുവഴി ലോകം മുഴുവനും വേണ്ടി ബലിയായിത്തീർന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് ലോകത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവർ ഈ വിശുദ്ധ കുർബാനയിൽ. ആദിമസഭാ സമൂഹത്തിൻ്റെ ചൈതന്യത്തെ ഓർമ്മപ്പെടുത്തും വിധം ഒരേ അപ്പത്തിൽ നിന്നും ഇവർ ഭക്ഷിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്നും ഇവർ പാനം ചെയ്യുന്നു. ഒരു ഹൃദയവും ഒരാത്മാവുമുള്ള സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി വിവരിക്കുക അസാധ്യമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു കവിയുന്ന ഈ ബലിയിൽ ലോകത്തിനു വേണ്ടി ഒരു ബലിയായി തീരാനുള്ള പ്രാർത്ഥനയാണ് ഇവർ ഉയർത്തുക. ഇവിടെ ഒരുക്കപ്പെടുന്ന തിരുവോസ്തി ഇവിടെ തന്നെ പാകപ്പെടുത്തുന്നതാണ്. ഇതും ഒരു പ്രത്യേകതയാണിവിടെ.
ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഗോതമ്പ് അപ്പമാണ് ഉപയോഗിക്കുന്നത് ഓസ്തിക്ക് പകരം. ഈ അച്ചിൻ്റെ പ്രതീകം എന്നത് സ്വർഗീയ പ്രതീകമാണ്. ഇത് ക്രിസ്തുവിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ മാതാവിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നു. ഇത് ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തെ ഈ അടയാളം സൂചിപ്പിക്കുന്നു. ഇത് ഹിസോപ്പ് ചെടിയുടെ അഗ്രം മുക്കി ഈശോയ്ക്ക് വിനാഗിരി കൊടുത്ത് അതിനെ സൂചിപ്പിക്കുന്നു. അത് സ്പോഞ്ച്. ഇത് 9 വൃന്ദം മാലാഖമാരെ സൂചിപ്പിക്കുന്നു. ഇത് 12 അപ്പസ്തോലന്മാരെയും സൂചിപ്പിക്കുന്നു. ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്, അതായത് ജീവൻ്റെ അപ്പം. പുറത്തുനിന്നുള്ള സന്ദർശകർക്ക് ഈ മഠത്തിൽ വരുവാനുള്ള അനുവാദമുണ്ടോ? Whether the guests are welcomed here. Yes, we have no facility to welcome groups, but single and few in a time, yes, for a period of some days or a week or two of retreat, of listening God's word. തീർച്ചയായും ഞങ്ങൾ അവരെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഒരു വലിയ സമൂഹത്തെ സ്വീകരിക്കാനുള്ള ഒരു സജ്ജീകരണം നിലവിൽ ഞങ്ങൾക്കില്ല. എന്നാൽ ചെറിയ കുറച്ച് ആളുകളായിട്ട് 2-3 ദിവസമോ അല്ലെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. And naturally they enter in our silence and listening God's word. തീർച്ചയായും ദൈവവചനം ശ്രവിക്കുന്നതിനായി അവർ ഇവിടെ ഞങ്ങളുടെ നിശബ്ദതയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. Also the place help for a silent prayer and the communion with God. ഞങ്ങളുടെ പ്രകൃതിയും ആ നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവവുമായുള്ള ഐക്യത്തിനും സഹായിക്കുന്നതാണ്. As God's word and the nature are the witness of the presence of God himself. ദൈവവചനവും പ്രകൃതിയും ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. And in these 23 years of life, we had many guests, also several bishops. One of them is our dear bishop and father, Sebastian Teketecherri. ഈ 23 വർഷത്തിനുള്ളിൽ പല ബിഷപ്പുമാരും ഇവിടെ വന്ന് ധ്യാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ തന്നെ ബിഷപ്പായ പ്രിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരിൽ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. Then many priests, sisters, also seminarians have come here. അനേകം വൈദികരും സന്യാസിനികളും സെമിനാരി വിദ്യാർത്ഥികളും ഇവിടെ വരാറുണ്ട്. Lay people and also couples, married couples. അൽമായരും വിവാഹിതരായ ദമ്പതിമാരും ഇവിടെ വന്ന് ധ്യാനിക്കാറുണ്ട്. In time of vacation, we have also small groups of children are coming and sharing some days of prayer with us. അവധിക്കാലങ്ങളിൽ അടുത്തുള്ള ഏതാനും കുട്ടികളും ഞങ്ങളോടൊപ്പം താമസിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും പങ്കുകൊള്ളാറുണ്ട്. The presence of children is a great grace also for us sannyasinis. കുട്ടികളുടെ സാന്നിധ്യം സന്യാസിനികളായ ഞങ്ങൾക്കും വളരെയധികം സഹായകരമാണ്. Because for children it is very easy to be open to God. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് തുറവിയുള്ളവരായിരിക്കാൻ വളരെ എളുപ്പമാണ്. And it is a marvel and great beauty to see that are interesting to share the long prayer we have, to sing the psalms, to share the songs. അവർ ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഗാനങ്ങളിലുമെല്ലാം പങ്കുകൊള്ളുന്ന കാഴ്ച വളരെ ആകർഷകരവും നമ്മളെയും ഉത്തേജിപ്പിക്കുന്നതുമാണ്. And they share also our little works and duties in the liturgy. അതുപോലെ ഞങ്ങളുടെ ആരാധനക്രമങ്ങളിലും ഒപ്പം ചെറിയ ചെറിയ ജോലികളിലും അവർ പങ്കുകൊള്ളുന്നു. അവധിക്കാലത്തെത്തിച്ചേരുന്ന കുട്ടികളും ഇവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. കുഞ്ഞുങ്ങൾക്കു നൽകുന്ന ആത്മീയ പരിശീലനങ്ങൾ പുതിയ ദർശനങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും പിഞ്ചു ഹൃദയങ്ങളെ നയിക്കുന്നു. വചനധ്യാനത്തിലൂടെയും ആവർത്തിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടം ഒരു സ്വർഗീയ ഭവനമായി മാറുകയാണ്. കുഞ്ഞുനാളിൽ ലഭിക്കുന്ന ഇത്തരം പരിശീലനങ്ങളാണ് വളർച്ചയുടെ വഴികളിൽ ദൈവിക പാതയിലൂടെ നയിക്കാൻ പ്രേരകമായി തീരുന്നത്. എൻ്റെ പേര് മാത്യു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഇവിടുത്തെ അച്ഛനാണ് എനിക്ക് മാമോദിസ തന്നത്. എല്ലാ അവധിക്കും ഞാൻ കൂട്ടുകാരോടൊപ്പം ഇവിടെ വരാറുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുമിച്ച് കളിക്കാറുണ്ട്. എനിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഭാവിയിൽ ഒരു അച്ഛനാകാനാണ് ഇഷ്ടം. വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് ഒരു വിശുദ്ധനാകാൻ ഇഷ്ടമാണ്. ഈ സന്യാസ സമൂഹത്തിൻ്റെ പരിശീലന കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? Can you explain about the training in our monastery? Yes, so ask to enter, to join this life, enter suddenly inside the community. So for a period of 2-3 years, so can experience every details of monastic life and with the elder sannyasinis. ഞങ്ങളുടെ സന്യാസി ജീവിതത്തിൻ്റെ ലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ 2-3 വർഷം ഞങ്ങളുടെ ആ ജീവിതം ത്തോടൊപ്പം അവർക്കും പങ്കുചേരാം. അങ്ങനെ ആ കൂട്ടായ്മയിലുള്ള ആ ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു പരിചയം ഉണ്ടാകും. After this period, we'll follow the vestition and the first vows for 3 years. അതിനുശേഷം സഭാപ്രവേശനം, പിന്നീട് ആദ്യവ്രതത്തിൻ്റെ 3 വർഷക്കാലം. Then another period of 2 years of renewal of vows, and then the final profession. പിന്നീട് വ്രതനവീകരണത്തിൻ്റെ 2 വർഷവും അതിനുശേഷം നിത്യവ്രതവും നൽകുന്നു. During all these years, we have internal classes on Bible, on spirituality, on the languages of the Bible, and to whom it is requested can continue a particular study or send to other places where our little family of the resurrection is present. ഈ കാലങ്ങളിൽ ആത്മീയതയെപ്പറ്റിയും ബൈബിളിനെ പറ്റിയും ബൈബിളിൻ്റെ മൂലഭാഷകളെ പറ്റിയും ഒക്കെയുള്ള ക്ലാസ്സുകൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അതുപോലെ മറ്റു വിഷയങ്ങളിൽ ഉയർന്ന പഠനം ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിൻ്റെ നമ്മുടെ ആശ്രമമുള്ള ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ പോയി തുടർന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യവും നൽകുന്നു. At present, 5 of our sisters are 2 in Africa, in Mozambique, 1 in Jerusalem, and 2 in Valeripa, our mother house. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന 5 സിസ്റ്റർമാരിൽ 2 പേർ ആഫ്രിക്കയിലെ മൊസാംബിക് എന്ന സ്ഥലങ്ങളിലും 2 പേർ മാതൃഭവനമായ ഇറ്റലിയിലും ഒരാൾ ജെറുസലേമിലുമാണ്. The married couples have a training longer than the sannyasinis and in their own houses with period of retreats here in Uttammala. വിവാഹിതരായ ആളുകൾക്ക് അവരുടെ പരിശീലനം അവരുടെ വീട്ടിൽ തന്നെയാണ്. എന്നാൽ ഏതാനും ചില പരിശീലനങ്ങൾക്കായി ഇവിടെ ഉദ്യാനമലയിൽ വരേണ്ടതുണ്ട്. കുടുംബങ്ങളിലുള്ളവർക്ക് പരിശീലനം കൊടുക്കുന്നതിനെക്കുറിച്ച് സിസ്റ്റർ സൂചിപ്പിച്ചുവല്ലോ, അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? Since you said about the training in families, can you explain about that? The couples married, they live in their own houses, they keep their work as they had and they have. വിവാഹിതരായ ദമ്പതികൾ അവരുടെ ഭവനത്തിൽ തന്നെ അവരുടെ ദിനചര്യകളും ജോലികളുമായി കഴിഞ്ഞുകൂടുന്നു. So they remain in their linked with their parishes and dioceses. അവരവരുടെ രൂപതയോടും ഇടവയോടും ബന്ധപ്പെട്ട് ജീവിക്കുന്നു. But they have a link with our family through the spiritual direction, coming for retreats, period of retreats here. പക്ഷേ ആധ്യാത്മിക ഉപദേശത്തിനും അതുപോലെ വാർഷിക ധ്യാനങ്ങൾക്കുമൊക്കെ ഇവിടെ വന്നുകൊണ്ട് നമ്മളോടുള്ള ആ ബന്ധം നിലനിർത്തുന്നു. They live a daily faithfulness to the scripture reading that is the same for all the congregation. അനുദിനമുള്ള ആ വിശുദ്ധലിഖിത വായനയോട് അവർ വിശ്വസ്തത പുലർത്തുന്നു. അത് നമ്മുടെ കോൺഗ്രിഗേഷനുള്ള എല്ലാ സമൂഹങ്ങളിലും ഒരേ വായന തന്നെയാണ്, അതേ വായനയാണ് അവർക്കുള്ളത്. They live the style life, the spirit of the community, of the little family of the resurrection. ഉദ്യാനത്തിൻ്റെ ചെറിയ കുടുംബത്തിൻ്റെ അതേ ആത്മീയത അവരും കാത്തു സൂക്ഷിക്കുന്നു. ടിവിയോ മറ്റു മാധ്യമങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ലോക വിവരങ്ങളെക്കുറിച്ച് അറിയാൻ എങ്ങനെ സാധിക്കുന്നു? How can you know about the world affairs since here there is no TV and newspaper and other medias? The whole world is comprised in the life of a consecrated one, as the life dedicated to God, and God live within him.
or air. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരാളിൽ ലോകം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അവനിൽ ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. So it's not important to know the single news of every day. അതുകൊണ്ട് ഓരോ ദിവസത്തെയും വാർത്തകൾ അറിയുക എന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. These are all already within us. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. But the most important news are given, transmitted to us through those who are in charge, are responsible of the community. എന്നാൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികളിൽ നിന്ന് ഞങ്ങൾ ആവശ്യമുള്ള വാർത്തകൾ അറിയുന്നു. And anyway, Osservatore Romano and other selected articles are read during meals. ഒസ്വർത്തോറെ റൊമാനിയോയും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് മാധ്യമങ്ങളും ഞങ്ങൾ ഭക്ഷണ സമയങ്ങളിൽ വായിക്കുന്നു. Every event of the world is present to us, especially in the moment of Kurbana and Divine Office. We live the drama of the world, of all events happening, the war, in the calamity, natural calamity, also where the Christians are persecuted and killed. ഞങ്ങൾ ഈ ലോകത്തിലെ വേദനകളും ഞങ്ങൾ അറിയുന്ന യുദ്ധങ്ങളും അതുപോലെ ഭൂകമ്പങ്ങൾ അതുപോലെയുള്ള സംഭവങ്ങളും ഞങ്ങളുടെ യാമപ്രാർത്ഥനകളിലെയും കുർബാനയിലെയും നിയോഗങ്ങളായി ഞങ്ങൾ മാറ്റുന്നു. And we are present so to the world through Jesus Christ, and we are in the center of the humanity drama. യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ ലോകത്തിലുണ്ട്. ആ മാനവകുലത്തിൻ്റെ ആ നാടകീയതയിൽ ഞങ്ങളും ഉണ്ട്. ലളിത ജീവിതത്തിനുടമകളായ ഇവരുടെ ഭക്ഷണ രീതിയും പ്രത്യേകത നിറഞ്ഞതാണ്. ആധുനിക ലോകത്തിൻ്റെ ആർഭാടങ്ങളില്ലാതെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഈ സന്യാസിനികൾ യേശുവിൻ്റെ ലാളിത്യം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണ്. പ്രാർത്ഥനാന്തരീക്ഷത്തിൽ പങ്കുവയ്ക്കപ്പെടുന്ന ആഹാര രീതിയിലൂടെ കൂടുതൽ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് ഇവർ നയിക്കപ്പെടുകയാണ്. ഇന്ന് മനുഷ്യൻ ലോകസുഖങ്ങളുടെ പുറകെ പോകുന്നൊരു സാഹചര്യമാണല്ലോ സിസ്റ്റർ നമ്മളിന്ന് കണ്ടുവരുന്നത്. എങ്കിലും അവനിന്ന് തൃപ്തനല്ല. എന്നാൽ നിങ്ങളിതെല്ലാം ഈ ലോകസുഖങ്ങളെല്ലാം വെടിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? Nowadays we see that human is going after the worldly enjoyments, but still he is not satisfied. Can you explain the motive behind renouncing all the worldly enjoyment? To renounce to the worldly enjoyment is for a fullness of enjoyment. ലോകസുഖങ്ങളെ ത്യജിക്കുന്നത് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ വേണ്ടിയാണ്. Because God has created humankind to enjoy of Him. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. To be joyful creatures. സന്തോഷമുള്ള സൃഷ്ടികളായിരിക്കാൻ വേണ്ടിയാണ്. The worldly enjoyment, also the most pure, lasts very little, and usually with a shadow, will be always a shadow of bitterness, of no satisfaction. ലോകസുഖങ്ങളെല്ലാം നശ്വരങ്ങളും കടന്നു പോകുന്നതുമാണ്. എന്നാൽ അവയിൽ ഏറ്റവും വലുതാണെങ്കിൽ പോലും അവയിലെല്ലാം കയ്പിൻ്റെ ഒരു നിഴൽ നമുക്ക് കാണാൻ സാധിക്കും. Instead, to enjoy God, the enjoyment will be greater and greater. ദൈവത്തെ ആസ്വദിക്കുമ്പോൾ ആ സന്തോഷം അനുദിനം വർദ്ധിച്ചു വരുന്നതാണ്. Christian life is not easy because everyone has a cross to bear. ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പമുള്ള ഒന്നല്ല. കാരണം എല്ലാവർക്കും ആരോഹിക്കേണ്ട കുരിശുകളുണ്ട്. We can see it in the victim, those who are even killed for being Christians. ക്രിസ്ത്യാനികളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെടേണ്ടി വരുന്നവരിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. But if a Christian live in the littleness of the daily faithfulness, will experience the 100% promised by Christ and the eternal life, the enjoyment of the eternal life.
എന്നാൽ ഒരുവൻ തൻ്റെ അനുദിന വിശ്വസ്തതയിൽ നിലനിൽക്കുമ്പോൾ ദൈവം ക്രിസ്തു വാഗ്ദാനം ചെയ്തവ 100 ഇരട്ടിയും പിന്നീടുള്ള നിത്യജീവനും അവൻ ആസ്വദിക്കും. After the cross, there is resurrection. കുരിശിന് ശേഷം നമുക്കൊരു ഉദ്ധാനമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ഫലങ്ങൾ മറ്റുള്ളവർ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? Can you explain about the moments which others experienced through our prayer? The other experience a peace of heart, the peace of the heart through our prayer, especially. മറ്റുള്ളവർ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഏറ്റവും പ്രത്യേകമായി അവർ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. God is glorified in 2 ways, our Abba says. ഞങ്ങളുടെ അബ്ബ പറഞ്ഞിട്ടുണ്ട്, ദൈവം 2 രീതിയിലൂടെ മഹത്വപ്പെടുന്നു. Or through miracles, in case of people asking for healing. ഒന്നാമതായി അത്ഭുതങ്ങളിലൂടെ, ഉദാഹരണത്തിന് രോഗശാന്തിയൊക്കെ ആവശ്യമുള്ളവരിലൂടെ. Or through the acceptance of the cross and the embracement of this suffering situation. And this one is greater glory than the first one. അല്ലെങ്കിൽ കുരിശുകളും അവർക്കുള്ള സഹനങ്ങളും അവർ സ്വയം ഏറ്റെടുക്കുന്നത് വഴി. രണ്ടാമത്തെ വഴിയാണ് കൂടുതൽ മഹത്വപൂർണവും പ്രയോജനകരവും. Sometimes back, a lady came, she was in a state of great suffering for her firstborn child was a heavy handicap. He was in need of 24 hours of care. കുറച്ചു നാൾ മുമ്പ് ഒരു സ്ത്രീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ആ സ്ത്രീ വളരെയധികം സഹനത്തിലായിരുന്നു. അവൾക്ക് അംഗവൈകല്യമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് രാവും പകലും ഒരുപോലെ പരിചരണം ആവശ്യമുള്ള ഒരവസ്ഥയിലായിരുന്നു. We plead a great help for her from God through our prayer, and a few days after she called back. ഞങ്ങൾ അവൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സഹായം അപേക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ ഞങ്ങളെ ഫോണിൽ വിളിച്ചു. Thank you very much for your prayers, she said, full of joy, because I understood that my son is the greatest of treasure God could give to me. He is my salvation. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അതോടൊപ്പം ആ സ്ത്രീ കൂട്ടിച്ചേർത്തു, എൻ്റെ കുഞ്ഞ് എൻ്റെ രക്ഷയുടെ കാരണമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന്. Loving him as he is source now of great joy for me. I experience God. ഞാൻ ആ കുട്ടിയെ അവനായിരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നത് വഴി ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവുന്നു എന്ന്. After few years, she had the joy to have a new child, and this time a healthy one. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് ദൈവം മറ്റൊരു കുഞ്ഞിനെ കൊടുത്തു, ആരോഗ്യമുള്ള മറ്റൊരു കുഞ്ഞിനെ. ഭാഷാ പഠനത്തിൽ തൽപരയായിരുന്ന സിസ്റ്റർ കേരളത്തിലും പഠനം തുടരുകയാണ്. സുറിയാനി ഭാഷയിൽ കൂടുതൽ ഗവേഷണം നടത്തുന്ന സിസ്റ്റർ മേരി മഗ്ദലേന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിനി കൂടിയാണ്. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്ററിനും ഇത് പ്രേക്ഷകർക്കായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബ്രദർ ഇമ്മാനുവേലിനും നന്ദി. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ദൈവവിളി ആധ്യാത്മിക പിതാക്കന്മാരിലൂടെ മനസ്സിലാക്കി ആശ്രമജീവിതം തിരഞ്ഞെടുത്ത് ഇറ്റലിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന സിസ്റ്റർ മേരി മഗ്ദലനയുടെ ജീവിതാനുഭവങ്ങൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുവാനും നമുക്ക് പ്രചോദനമാകട്ടെ. നന്ദി.